അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഞാനിങ്ങനെ ഇന്ന് 4 മണി സമയത്തിരിക്കുന്ന സമയത്താണ് നമ്മുടെ കൂട്ടുകാരന്മാർ പറഞ്ഞത്, കുമരനെല്ലൂരുള്ള വട്ടക്കുളം അവിടെ നിന്ന് പോയാലോ, അവിടെ നിന്ന് കുളിച്ച് വരാമെന്ന്. നല്ല മഴയും അതുപോലെ തന്നെ 4 മണി 4:30 സമയത്തൊക്കെ നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് പോകാനൊരു മടി ഉണ്ടായിരുന്നു. വീണ്ടും വീണ്ടും നമ്മുടെ കൂട്ടുകാരന്മാർ വിളിച്ചപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, പോകണമെന്ന് വിചാരിച്ചു. നമ്മളൊക്കെ ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചാൽ ഓടി വരുന്ന നമ്മുടെ കൂട്ടുകാരന്മാർക്ക് വേണ്ടി അവർക്കും വേണ്ടി ഞാനും പോകാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി 4 പേര് 2 ബൈക്കുമേലായിട്ട് ഞങ്ങൾ യാത്ര ആരംഭിച്ചു കുമരനെല്ലൂരുള്ള വട്ടക്കുളം കാണാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്താണ് വട്ടക്കുളം കാണാൻ ആഗ്രഹമുള്ളവർക്കും ഒരു വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് വീഡിയോ. അപ്പോൾ ഞങ്ങളങ്ങനെ കുമരനെല്ലൂരുള്ള വട്ടക്കുളം കാണാൻ വേണ്ടി പോവുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ കുമരനെല്ലൂർ എത്തിയിട്ടുണ്ട്. വരാൻ ആഗ്രഹമുള്ളവർക്ക് വഴിയും കൂടിയും പറഞ്ഞു തരാം. പടിഞ്ഞാറങ്ങാടി ഭാഗത്തു നിന്നാണ് വരുന്നത് എങ്കിൽ കുമരനെല്ലൂർ സെൻറ്ററിൽ നിന്ന് കുത്തനെ താഴോട്ട് റോഡുണ്ട് ഇടത് ഭാഗത്ത്. അങ്ങനെ വന്ന് ഏകദേശം 1 കിലോമീറ്ററോളം അല്ലെങ്കിൽ 3/4 കിലോമീറ്റർ പോകുന്ന വഴിക്ക് ഒരു പള്ളി കാണാം. പള്ളി കഴിഞ്ഞിട്ട് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ഒരു കട കാണാം. ഓരോക്കൊണ്ടുണ്ടാക്കിയതാണ്. വീഡിയോ ഇടുന്ന സമയത്തുള്ള കാര്യമാണ് പറഞ്ഞത്. അതിന് തൊട്ടടുത്തിൻ്റെ ഒരു തോട് കാണാം. ആ തോട്ടിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നേരെ കാണുന്നതാണ് വട്ടക്കുളം. പോകാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ വഴിയും കൂടി പറഞ്ഞ് തന്നത് മാത്രം. അപ്പോൾ ഞങ്ങൾ ഏകദേശം അവിടെ എത്താനായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വട്ടക്കിണറിന് കാണാനുള്ള റോഡിൻ്റെ അരികിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഇറങ്ങിയ പാടാണ് തൊട്ടടുത്തുള്ള തോടിൻ്റെ അടുത്ത് ഒരുപാട് നായ്ക്കളുണ്ട്. ഏകദേശം 6-7 നായ്ക്കളുണ്ട്. നമ്മൾ മിണ്ടാപ്രാണികളെ കാണുമ്പോൾ, നായാവട്ടെ വേറെന്ത് ജീവിയാവട്ടെ, അനാവശ്യമായി അവരെ കല്ലെറിയുകയോ അവരെ ദേഷ്യം പിടിപ്പിക്കുകയോ ചെയ്യരുത്. ഞങ്ങൾ ഇറങ്ങിയ പാട് നായ്ക്കളൊക്കെ കണ്ട പാട് ഒരുപാട് ഒരാളെ ഉപദ്രവിക്കുകയോ ഒന്നും കാട്ടുന്നില്ല. അത് അവരെ ഒരു ഭാഗത്ത് ഒരു മൂലയിൽ കിടക്കുന്നത് മാത്രം. നമ്മൾ ഒരിക്കലും ഒരു നായ കണ്ടാലോ അനാവശ്യമായി എറിയുകയോ ഒന്നും ചെയ്യരുത്. അത് പാടില്ല. അത് നിയമവിരുദ്ധമാണ്. നമ്മൾ എന്തിനാണ് വന്നത് ആ കാര്യങ്ങൾ നടത്തി പോവുക. നമ്മൾ മറ്റൊരാളുടെ സ്ഥലത്തേക്ക് പോകുമ്പോൾ സൂക്ഷ്മത പാലിക്കലും നിർബന്ധമാണ്. അങ്ങനെ ആ പാലത്തിൻ്റെ തൊട്ടടുത്ത് തോടിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങളങ്ങനെ നടന്ന് നല്ല തോട്ടിലൂടെ നല്ല രീതിയിൽ വെള്ളം ഒഴുകുന്നുണ്ട്. മാത്രമല്ല അങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ കുട്ടിക്കാലത്ത് ഒക്കെ തോട് വരുമ്പോഴത്തും മഴക്കാലത്ത് സ്കൂളിൽ പോയ കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വന്നത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം വട്ടക്കുളം ഇവിടെ നോക്കിയാൽ തന്നെ കാണുന്നുണ്ട്. അവിടെ ഏകദേശമൊക്കെ അവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അവിടെ പോയിട്ട് വീഡിയോ എടുക്കാം. പോകുന്ന വഴിക്ക് കണ്ടില്ലേ, നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല സ്ഥലങ്ങൾ അല്ലേ. എന്ത് ഭംഗിയാണ്. ഈ വൈകുന്നേരം സമയത്തൊക്കെ ഒരു 5:45 സമയത്തെടുത്ത വീഡിയോസാണ് അതൊക്കെ, 6 മണിയാവാൻ നേരത്ത്. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലം. ഈ നേരത്തൊക്കെ നമ്മൾ വെറുതെ വീട്ടിലിരിക്കുന്നതിനായിട്ട് നല്ലത് ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ നടന്നിട്ട് നമ്മുടെ വട്ടക്കുളം കുളത്തിൻ്റെ പക്കത്ത് എത്താനായിട്ടുണ്ട്. നല്ല സന്തോഷം. കാരണം ഇവിടെ നോക്കുമ്പോൾ തന്നെ കുളം കാണുന്നു. മുന്നിൽ നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ നടന്നു പോകുന്നുണ്ട്. ഞാൻ ഏറ്റവും ബാക്കിലാണ് വരുന്നത്. അപ്പോൾ ഗൈസ് നമുക്കവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാം. അപ്പോൾ ഇതാണ് മക്കളെ വട്ടക്കുളം എന്ന് പറഞ്ഞത്. നല്ല മനോഹരമായ കുളം അല്ലേ. എന്ത് ഭംഗിയാണ് കാണാൻ. ഒരു 4 മണി 6 മണി സമയത്തൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ പോയിരിക്കുമ്പോൾ നമുക്ക് നല്ല ഒരു മനസ്സിന് തന്നെ ഒരു സമാധാനം കിട്ടും. ഫ്രീ ആയിരിക്കുമ്പോഴൊക്കെ ഇതുപോലത്തെ ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ പോവുക, ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുക എന്നുള്ളത് തന്നെയാണ്. ഇവരൊക്കെ കുളിക്കാൻ വേണ്ടി നമ്മുടെ കൂട്ടുകാരന്മാരാണ് ഇരിക്കണമൊക്കെ, കുളിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ ചാടട്ടെ, അവരൊക്കെ ഉഷാറായി കുളിക്കട്ടെ അല്ലേ. ഞാനടക്കമുള്ള 4 പേർക്കും നീന്തക്കം അറിയാവുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് പറയാനുള്ളത്, നീന്തക്കം അറിയാത്തവർ ആരും ഒറ്റയ്ക്ക് വന്ന് ചാടാൻ പാടില്ല. പ്രത്യേകിച്ച് ആ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാകും. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ നാട്ടുകാർക്കാണ് ഏറെ പ്രയാസപ്പെടുക. മാത്രമല്ല നമ്മുടെ മാതാപിതാക്കൾക്കും. അപ്പോൾ നീന്തക്കം പഠിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അത്രത്തോളം അറിയാവുന്ന എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കൂടെ വന്നിട്ട് നീന്തക്കം പഠിക്കുക. അല്ലാതെ ഒറ്റയ്ക്ക് വന്നിട്ട് എന്ത് ചെയ്യരുത്, നീന്തക്കം പഠിക്കരുത് എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തുണക്കാരൊക്കെ ഉഷാറായിട്ട് ചാടുന്നുണ്ട്. അപ്പോൾ ഇതാണ് വട്ടക്കുളം എന്ന് പറയുന്ന കുളം. വരുന്നൊരു സ്ഥലത്താണ്. താല്പര്യമുള്ളവർക്ക് പോയി കാണാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.